തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം തിരുവചനമാണ് നാം വായിച്ചു കേട്ടത്. ദിനവൃത്താന്തം 1-ാം പുസ്തകം 27-ാം അധ്യായം. സേനാനായകന്മാർ. ഇസ്രായേലിലെ കുടുംബത്തലവന്മാരുടെയും സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും രാജ്യസേവകരുടെയും പേരുവിവരം. 24,000 പേരടങ്ങുന്ന സംഘം ഓരോ മാസവും തവണ വെച്ച് തങ്ങളുടെ നേതാവിൻ്റെ കീഴിൽ ജോലി ചെയ്തു. 1-ാം മാസം പേരെസ് വംശജനായ സബ്ദിയേലിൻ്റെ പുത്രൻ യശോബയാമിൻ്റെ കീഴിൽ 24,000 പേർ സേവനമനുഷ്ഠിച്ചു. 2-ാം മാസം അഹോഹ്യനായ ദോദായിയുടെ കീഴിൽ 24,000 പേർ. 3-ാം മാസം പുരോഹിതനായ യഹോയാദയുടെ പുത്രൻ ബെനായയുടെ കീഴിൽ 24,000 പേർ. 30 പേരിൽ ശക്തനും അവരുടെ നായകനുമായ ബെനായ ഇവനാണ്. ഇവൻ്റെ മകൻ അമിസാബാദ് സംഘത്തിൻ്റെ ചുമതല വഹിച്ചു. 4-ാം മാസം യോവാബിൻ്റെ സഹോദരൻ അസഹേലിൻ്റെ കീഴിൽ 24,000 പേർ. അവനുശേഷം മകൻ സെബാദിയ സംഘത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. 5-ാം മാസം ഇസ്രാഹ്യനായ ഷംഹൂദിൻ്റെ കീഴിൽ 24,000 പേർ. 6-ാം മാസം തെക്കോവ്യനായ ഇക്കേഷിൻ്റെ മകൻ ഈരായുടെ കീഴിൽ 24,000 പേർ. 7-ാം മാസം എഫ്രായിം ഗോത്രജനും പെലോന്യനുമായ ഹെലെസിൻ്റെ കീഴിൽ 24,000 പേർ. 8-ാം മാസം സെറഹ്യ വംശജനും കുഷാത്തിനുമായ സിബെഖായിയുടെ കീഴിൽ 24,000 പേർ. 9-ാം മാസം ബെഞ്ചമിൻ ഗോത്രജനായ അനത്തോത്തിലെ അബിയേസറിൻ്റെ കീഴിൽ 24,000 പേർ. 10-ാം മാസം സെറഹ്യ വംശജനും നെത്തോഫനുമായ മഹറായിയുടെ കീഴിൽ 24,000 പേർ. 11-ാം മാസം എഫ്രായിം ഗോത്രജനും പിറത്തോന്യനുമായ ബെനായയുടെ കീഴിൽ 24,000 പേർ. 12-ാം മാസം ഒദ്നിയേൽ വംശജനും നെത്തോഫിനുമായ ഹെൽദായിയുടെ കീഴിൽ 24,000 പേർ. ഗോത്രാധിപന്മാർ. ഇസ്രായേൽ ഗോത്രങ്ങളിൽ റൂബൻ്റെ അധിപനാണ് സിക്രിയുടെ മകൻ എലിയേസർ. ശിമെയോൻ്റെ അധിപൻ മാഖായുടെ മകൻ ഷെഫാത്തിയ. ലേവിയുടെ അധിപൻ കെമുവേലിൻ്റെ മകൻ ഹഷാബിയ. അഹ്റോൻ കുടുംബത്തിൻ്റെ തലവൻ സാദോക്ക് ആയിരുന്നു. ദാവീദിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ ഏലീഹു യൂദായുടെ തലവൻ. മിഖായേലിൻ്റെ മകൻ ഓമ്രി ഇസ്സാഖറിൻ്റെ തലവൻ. ഒബദിയായുടെ മകൻ ഇഷ്മായിയ സെബുലൂൻ്റെ തലവൻ. അസ്രിയേലിൻ്റെ മകൻ യെറേമോത്ത് നഫ്താലിയുടെ അധിപൻ. അസാസിയായുടെ മകൻ ഹോഷായ എഫ്രായിമിൻ്റെ അധിപൻ. പെദായയുടെ മകൻ ജോയേൽ മനാസയുടെ അർദ്ധഗോത്രത്തിൻ്റെ തലവൻ. സക്രിയയുടെ മകൻ ഇദ്ഗോലിയാദിലുള്ള മനാസയുടെ മറ്റേ അർദ്ധഗോത്രത്തിൻ്റെ അധിപൻ. അബ്നേറിൻ്റെ മകൻ ജാസിയേൽ ബെഞ്ചമിൻ്റെ തലവൻ. യെറോഹാമിൻ്റെ മകൻ അസരേൽ ദാനിൻ്റെ അധിപൻ. ഇവരാണ് ഇസ്രായേൽ ഗോത്രങ്ങളുടെ അധിപന്മാർ. കർത്താവ് ഇസ്രായേലിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കുമെന്ന് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നതിനാൽ ദാവീദ് 20 വയസ്സിന് താഴെയുള്ളവരുടെ എണ്ണമെടുത്തില്ല. സെരൂയായുടെ മകൻ യോവാബ് ജനസംഖ്യ എടുക്കാൻ ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കിയില്ല. എന്നിട്ടും ഇസ്രായേലിനെതിരെ ദൈവകോപമുണ്ടായി. എടുത്ത എണ്ണം ദാവീദിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിട്ടുമില്ല. മേൽനോട്ടക്കാർ. രാജഭണ്ഡാരങ്ങളുടെ ചുമതല അഫിയേലിൻ്റെ മകൻ അസ്മാവത്തിനായിരുന്നു. വലിയ നഗരങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ള സംഭരണശാലകളും ഗോപുരങ്ങളും ഉസിയായുടെ മകൻ ജോനാഥൻ്റെ ചുമതലയിൽ ആയിരുന്നു. കെലൂബിൻ്റെ മകൻ എസ്രി കൃഷിക്കാരുടെ മേൽനോട്ടം വഹിച്ചു. റാമാത്തിനായ ഷിമെയി മുന്തിരിത്തോട്ടങ്ങളുടെ ചുമതല ഏറ്റു. ഷിഫ്മ്യനായ സബ്ദി വീഞ്ഞറകളുടെ ഭരണം നിയന്ത്രിച്ചു.
ഷെഫേലായിലെ ഒലിവ് തോട്ടങ്ങളും അത്തിമരത്തോട്ടങ്ങളും ഗേദർക്കാരൻ ബാൽഹാനാൻ്റെ കീഴിലായിരുന്നു. ഒലിവെണ്ണയുടെ സംഭരണശാല യോവാഷിൻ്റെ അധീനതയിലായിരുന്നു. ഷാരോൺ മേച്ചിൽപ്പുറങ്ങളിലെ കന്നുകാലികൾ അവിടുത്തുകാർ ഷിത്രായിയുടെ സൂക്ഷിപ്പിലായിരുന്നു. താഴ്വരയിലെ കന്നുകാലികൾ അദിലായിയുടെ മകൻ ഷാഫാത്തിൻ്റെ കീഴിലും. ഇസ്മായേലിനായ ഒബീൽ ഒട്ടകങ്ങളുടെ ചുമതല വഹിച്ചു. മെറോണ്യാത്തിനായ യഹ്ദെയ്യ പെൺകഴുതകളുടെയും ഹഗ്രിത്യനായ യാസീസ് ആട്ടിൻപറ്റങ്ങളുടെയും സംരക്ഷണ ചുമതല വഹിച്ചു. ദാവീദ് രാജാവിൻ്റെ സമ്പത്തിൻ്റെ ചുമതല വഹിച്ചത് ഇവരാണ്. ദാവീദിൻ്റെ അമ്മാവനായ ജോനാഥൻ പണ്ഡിതനും നിയമജ്ഞനുമായ ഉപദേഷ്ടാവായിരുന്നു. ഇവനും ഹക്മോനിയുടെ മകൻ യഹിയേലും രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കി. അഹിത്തോഫൽ രാജാവിൻ്റെ ഉപദേഷ്ടാവും അർഖ്യനായ ഹുഷായി മിത്രവും ആയിരുന്നു. അഹിത്തോഫലിന് ശേഷം രാജോപദേഷ്ടാക്കളായി ബെനായുടെ മകൻ യഹോദയാദിയും അബിയാദറും സേവനം അനുഷ്ഠിച്ചു. യോവാബ് ആയിരുന്നു സേനാനായകൻ. ദിനവൃത്താന്തം 1-ാം പുസ്തകം 28-ാം അധ്യായം. ദേവാലയ നിർമ്മാണത്തിന് നിർദ്ദേശങ്ങൾ. ഇസ്രായേലിലെ ഗോത്രത്തലവന്മാർ, സംഘത്തലവന്മാർ, സഹസ്രാധിപന്മാർ, ശതാധിപന്മാർ, രാജാവിൻ്റെയും രാജകുമാരന്മാരുടെയും സ്വത്തുക്കളുടെയും കാര്യസമ്പത്തിൻ്റെയും മേൽനോട്ടക്കാർ, കൊട്ടാരത്തിലെ മേൽവിചാരകന്മാർ, ധീരയോദ്ധാക്കൾ എന്നിവരെ ദാവീദ് ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു: സഹോദരന്മാരെ, എൻ്റെ ജനമേ, ശ്രവിക്കുവിൻ. കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകവും നമ്മുടെ ദൈവത്തിൻ്റെ പാദപീഠവും സ്ഥാപിക്കുവാൻ ഒരാലയം പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. വേണ്ട ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു. എന്നാൽ ദൈവം എന്നോട് അരുളിച്ചെയ്തു: നീ എനിക്ക് ആലയം പണിയേണ്ട. നീ ഏറെ രക്തം ഒഴുക്കിയ യോദ്ധാവാണ്. എങ്കിലും ഇസ്രായേലിൽ എന്നും രാജാവായിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പിതൃകുടുംബത്തിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. രാജസ്ഥാനത്തിന് യൂദാഗോത്രത്തെയും യൂദാഗോത്രത്തിൽ നിന്ന് എൻ്റെ പിതൃകുടുംബത്തെയും തിരഞ്ഞെടുത്തു. എൻ്റെ പിതാവിൻ്റെ മക്കളിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായി എന്നെ തിരഞ്ഞെടുക്കാൻ അവിടുന്ന് തിരുമനസ്സായി. കർത്താവ് എനിക്ക് തന്ന പുത്രന്മാരിൽ നിന്ന് അവിടുന്ന് എനിക്ക് ധാരാളം പുത്രന്മാരെ തന്നു. ഇസ്രായേലിൽ കർത്താവിൻ്റെ രാജസിംഹാസനത്തിലിരിക്കാൻ എൻ്റെ പുത്രൻ സോളമനെ അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് എന്നോട് അരുളിച്ചെയ്തു: നിന്റെ പുത്രൻ സോളമൻ എനിക്ക് ആലയവും അങ്കണവും പണിയും. ഞാൻ അവനെ പുത്രനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവന് പിതാവായിരിക്കും. എൻ്റെ കൽപ്പനകളും ചട്ടകളും അവൻ ഇന്നലത്തെ പോലെ അനുസരിക്കുന്നതിൽ ദൃഢചിത്തനായിരുന്നതിനാൽ ഞാൻ അവൻ്റെ രാജ്യം എന്നേക്കും സുസ്ഥാപിതമാക്കും. അതിനാൽ ഇസ്രായേലിൻ്റെ കർത്താവിൻ്റെ സമൂഹത്തിനു മുൻപിൽ നമ്മുടെ ദൈവം കേൾക്കെ ഞാൻ പറയുന്നു: ഐശ്വര്യപൂർണമായ ഈ ദേശം അനുഭവിക്കുവാനും നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കൾ ഇതിനെ ശാശ്വതമായി അവകാശപ്പെടുത്താനും നിങ്ങൾ ദൈവമായ കർത്താവിന് എല്ലാ കൽപ്പനകളും അന്വേഷിക്കുകയും അനുസരിക്കുകയും ചെയ്യുവിൻ. മകനെ, സോളമൻ നിൻ്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു. അന്വേഷിച്ചാൽ നീ അവിടുത്തെ കണ്ടെത്തും. ഉപേക്ഷിച്ചാൽ അവിടുന്ന് നിന്നെ എന്നേക്കും പരിത്യജിക്കും. ശ്രദ്ധിക്കുക, വിശുദ്ധ മന്ദിരം പണിയാൻ അവിടുന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അചഞ്ചലനായി അത് നിവർത്തിക്കുക. പിന്നെ ദാവീദ് ദേവാലയത്തിൻ്റെ മണ്ഡപം, ഉപഗ്രഹങ്ങൾ, ഭണ്ഡാരശാലകൾ, മാണികമുറികൾ, അറകൾ, കൃപാസനഗൃഹം എന്നിവയുടെ രൂപരേഖ മകൻ സോളമനെ കാണിച്ചു. ദേവാലയത്തിൻ്റെ അങ്കണങ്ങൾ, ചുറ്റുമുള്ള മുറികൾ, ദേവാലയ ഭണ്ഡാരങ്ങൾ, അർപ്പിത വസ്തുക്കളുടെ സംഭരണശാലകൾ തുടങ്ങിയവരുടെ രൂപരേഖയും പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ, ദേവാലയത്തിലെ ശുശ്രൂഷകൾ, പാത്രങ്ങൾ മുതലായവയുടെ രൂപരേഖയും അവനെ ഏൽപ്പിച്ചു. വിവിധ ശുശ്രൂഷകൾക്ക് ഉപയോഗിക്കുന്ന പൻപാത്രങ്ങൾക്ക് വേണ്ട പൊന്ന്, വെള്ളിപ്പാത്രങ്ങൾക്ക് വേണ്ട വെള്ളി, സ്വർണ്ണ വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട സ്വർണം, വെള്ളി വിളക്കുകൾക്കും തണ്ടുകൾക്കും വേണ്ട വെള്ളി, തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയ്ക്ക് വേണ്ട പൊന്ന്, വെള്ളി മേശകൾക്ക് വേണ്ട വെള്ളി,
മുൾക്കരണ്ടി, പാത്രങ്ങൾ, ചഷകങ്ങൾ, കോപ്പകൾ, ഇവയ്ക്ക് വേണ്ട തങ്കം, വെള്ളിപ്പാത്രങ്ങൾക്ക് വേണ്ട വെള്ളി, ധൂപപീഠത്തിന് വേണ്ട തങ്കം, കർത്താവിൻ്റെ ഉടമ്പടിയുടെ പേടകത്തിൻ്റെ മുകളിൽ ചിറക് വിരിച്ചു നിൽക്കുന്ന കെരൂബുകളോട് കൂടിയ രഥത്തിൻ്റെ രൂപരേഖ, രഥത്തിന് വേണ്ട സ്വർണം എന്നിവ നൽകി. തത്സംബന്ധമായ എല്ലാ വിവരങ്ങളും കർത്താവ് തന്നെ എഴുതി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. എല്ലാ പണികളും ഇതനുസരിച്ച് തന്നെ നടത്തേണ്ടതാണ്. ദാവീദ് മകൻ സോളമനോട് പറഞ്ഞു, ശക്തനും ധീരനുമായിരുന്ന് ഇത് ചെയ്യുക. ഭയമോ ശങ്കയോ വേണ്ട. എൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. കർത്താവിൻ്റെ ആലയത്തിലെ സകല ജോലികളും പൂർത്തിയാകുന്നതുവരെ അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇതാ ദേവാലയത്തിലെ വിവിധ ശുശ്രൂഷകൾക്ക് വേണ്ട പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും ഗണങ്ങൾ തയ്യാറായി നിൽക്കുന്നു. ഓരോ ജോലിക്കും വേണ്ട സാമർഥ്യവും സന്നദ്ധതയുമുള്ള എല്ലാവരും നിന്നോട് കൂടെയുണ്ട്. സേവകന്മാരും ജനവും നിന്റെ ആജ്ഞാനുവർത്തികളായി നിൽക്കുന്നു. ദിനവൃത്താന്തം 1-ാം പുസ്തകം 29-ാം അധ്യായം. ദേവാലയ നിർമ്മിതിക്ക് കാഴ്ചകൾ. ദാവീദ് രാജാവ് സമൂഹത്തോട് പറഞ്ഞു, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മകൻ സോളമൻ ചെറുപ്പമാണ്, അനുഭവസമ്പത്ത് ഇല്ലാത്തവനുമാണ്. ഭാരിച്ച ജോലിയാണ് ചെയ്യാനുള്ളത്. ആലയം മനുഷ്യനു വേണ്ടിയല്ല, ദൈവമായ കർത്താവിന് വേണ്ടിയാണ്. അതിനാൽ ദേവാലയത്തിന് വേണ്ട സാമഗ്രികൾ എൻ്റെ കഴിവിനൊത്ത് ഞാൻ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. സ്വർണം, വെള്ളി, പിച്ചള, ഇരുമ്പ്, തടി എന്നിവയ്ക്ക് പുറമെ ഗോമേതകം, അനുരഞ്ജനക്കല്ല് പതിപ്പിക്കാൻ വിവിധ വർണ്ണങ്ങളിലുള്ള കല്ലുകൾ, എല്ലാത്തരം അമൂല്യരത്നങ്ങൾ, വെണ്ണക്കല്ല് എന്നിങ്ങനെ ആവശ്യമായതെല്ലാം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തോടുള്ള താൽപ്പര്യ നിമിത്തം എൻ്റെ സ്വന്തം ഭണ്ഡാരത്തിൽ നിന്ന് പൊന്നും വെള്ളിയും ദേവാലയത്തിനായി ഞാൻ കൊടുത്തിരിക്കുന്നു. ഓഫീറിൽ നിന്ന് കൊണ്ടുവന്ന 3000 താലന്ത് സ്വർണവും 7000 താലന്ത് തനിവെള്ളിയും ദേവാലയത്തിൻ്റെ ഭിത്തികൾ പൊതിയുന്നതിനും ചിത്രവേലകൾക്കും സ്വർണം വെള്ളി ഉരുപ്പടികൾക്കും വേണ്ടി കൊടുത്തിരിക്കുന്നു. കർത്താവിന് കൈ തുറന്ന് കാഴ്ച സമർപ്പിക്കാൻ ഇനിയും ആരുണ്ട്? ഉടനെ കുടുംബത്തലവന്മാരും ഗോത്രനായകന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും രാജ്യസേവകന്മാരും സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ദേവാലയത്തിൻ്റെ പണിക്ക് 5000 താലന്ത് സ്വർണവും 10000 തങ്കക്കാശും 10000 താലന്ത് വെള്ളിയും 18,000 താലന്ത് പിച്ചളയും 1,00,000 താലന്ത് ഇരുമ്പും കൊടുത്തു. അമൂല്യരത്നങ്ങൾ കൈവശമുണ്ടായിരുന്നവർ അവ ഗെർശോന്യനായ യെഹിയേലിൻ്റെ മേൽനോട്ടത്തിൽ കർത്താവിനെ ഏൽപ്പിച്ചു, ഭണ്ഡാരത്തിൽ സമർപ്പിച്ചു. പൂർണ്ണ ഹൃദയത്തോടും സ്വമനസാ കർത്താവിന് കാഴ്ചകൾ ഉദാരമായി സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ ജനവും രാജാവും അത്യധികം സന്തോഷിച്ചു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദാവീദ് പറഞ്ഞു, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. കർത്താവേ, മഹത്വവും ശക്തിയും മഹിമയും വിജയവും ഔന്നത്യവും അങ്ങയുടേതാകുന്നു. ആകാശത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം അങ്ങയുടേത്. കർത്താവേ, രാജ്യം അങ്ങയുടേത്. അങ്ങ് എല്ലാറ്റിൻ്റെയും അധീശനായി സ്തുതിക്കപ്പെടുന്നു. സമ്പത്തും ബഹുമാനവും അങ്ങാണ് നൽകുന്നത്. അങ്ങ് സമസ്തവും ഭരിക്കുന്നു. അധികാരവും ശക്തിയും അങ്ങേക്ക് അധീനനായിരിക്കുന്നു. എല്ലാവരെയും ശക്തരും ഉന്നതന്മാരും ആക്കുന്നത് അങ്ങാണ്. ഞങ്ങളുടെ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും അങ്ങയുടെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് സന്മനസ്സോടെ ഇങ്ങനെ കാഴ്ചകൾ അർപ്പിക്കുന്നതിന് ഞാനും എൻ്റെ ജനവും ആരാണ്? സമസ്തവും അങ്ങയിൽ നിന്ന് വരുന്നു. അങ്ങയുടേതിൽ നിന്നാണ് ഞങ്ങൾ നൽകിയതും. അവിടുത്തെ മുൻപിൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പരദേശികളും താൽക്കാലിക വാസക്കാരുമാണ്. ഭൂമിയിൽ ഞങ്ങളുടെ ദിനങ്ങൾ നിഴൽ പോലെയാണ്, എല്ലാം അസ്ഥിരമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന് ആലയം പണിയാൻ ഞങ്ങൾ സമർത്ഥമായി സംഭരിച്ചതെല്ലാം അവിടുത്തെ കരങ്ങളിൽ നിന്നാണ്. സകലവും അങ്ങയുടേതാണ്. എൻ്റെ ദൈവമേ, അങ്ങ് ഹൃദയം പരിശോധിക്കുന്നവനും അതിൻ്റെ ആർജവത്തിൽ പ്രസാദിക്കുന്നവനും ആണെന്ന് ഞാൻ അറിയുന്നു. പരമാർത്ഥ ഹൃദയത്തോടും സന്തോഷത്തോടും കൂടെ ഇവയെല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഇവിടെ സന്നിഹിതരായ ജനവും തങ്ങളുടെ കാഴ്ചകൾ സന്തോഷപൂർവ്വം അർപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ കർത്താവേ,
ഇത്തരം വിചാരങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഹൃദയങ്ങളിൽ എന്നും ഉണ്ടായിരിക്കാനും അവരുടെ ഹൃദയങ്ങൾ അങ്ങിലേക്ക് തിരിയാനും ഇടയാക്കണമേ. എൻ്റെ മകൻ സോളമന് അവിടുത്തെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടെ പാലിക്കാനും അവിടുത്തെ ആലയം ഞാൻ അതിന് സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് നിർമ്മിക്കാനും കൃപ നൽകണമേ. ദാവീദ് സമൂഹത്തോട് കൽപ്പിച്ചു, നമ്മുടെ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവാൻ. ഉടനെ ജനം തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുകയും കുമ്പിട്ട് ആരാധിക്കുകയും രാജാവിനോട് ആദരം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് അവർ കർത്താവിന് ബലികൾ അർപ്പിച്ചു. പിറ്റേ ദിവസം കർത്താവിന് ദഹന ബലിയായി 1000 കാളകളെയും 1000 മുട്ടാടുകളെയും 1000 ചെമ്മരിയാടുകളെയും പാനീയ നൈവേദ്യത്തോടുകൂടെ എല്ലാ ഇസ്രായേല്യർക്കും വേണ്ടി കാഴ്ചവെച്ചു. അവർ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മഹാസന്തോഷത്തോടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു. ദാവീദിൻ്റെ പുത്രനായ സോളമനെ രാജാവായി അവർ വീണ്ടും അഭിഷേകം ചെയ്തു, സദോക്കിനെ പുരോഹിതനായും. അങ്ങനെ സോളമൻ പിതാവായ ദാവീദിന് പകരം കർത്താവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അവൻ ഐശ്വര്യം പ്രാപിച്ചു. ഇസ്രായേൽ മുഴുവനും അവനെ അനുസരിക്കുകയും ചെയ്തു. എല്ലാ നായകന്മാർക്കും പ്രബലന്മാരും ദാവീദ് രാജാവിൻ്റെ മക്കളും സോളമൻ രാജാവിന് വിധേയത്വം വാഗ്ദാനം ചെയ്തു. കർത്താവ് സോളമനെ ഇസ്രായേലിൻ്റെ മുൻപിൽ ഏറ്റവും കീർത്തിമാനാക്കി. മുൻഗാമികൾക്ക് ഇല്ലാത്ത പ്രതാപം അവന് നൽകി. അങ്ങനെ ജെസ്സയുടെ മകനായ ദാവീദ് ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവായി വാണു. അവൻ ഇസ്രായേലിനെ 40 കൊല്ലം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം യെറുസലേമിലും. ആയുസ്സും ധനവും പ്രതാപവും തികഞ്ഞ വാർദ്ധക്യത്തിൽ അവൻ മരിച്ചു. മകൻ സോളമൻ പകരം രാജാവായി. ദാവീദ് രാജാവിൻ്റെ പ്രവർത്തനങ്ങൾ ആദ്യന്തപ്രവാചകനായ നാഥാൻ്റെയും ദീർഘദർശികളായ സാമുവേൽ, ഗാദ് എന്നിവരുടെയും ദിനവൃത്താന്ത ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ദാവീദിൻ്റെ ഭരണം, ശക്തി അവനെയും ഇസ്രായേലിനെയും ചുറ്റുമുള്ള രാജ്യങ്ങളെയും സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവയെല്ലാം ഈ രേഖകളിൽ വിവരിച്ചിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.